തൃശൂരിൽ നവജാത ശിശുക്കളെ അവിവാഹിതരായ യുവതിയും യുവാവും ചേർന്ന് കുഴിച്ചിട്ടു. അമ്പല്ലൂർ സ്വദേശി ഭവിനാണ് പെൺസുഹൃത്ത് അനീഷയുമായി ചേർന്ന് കുട്ടികളെ കുഴിച്ചിട്ടതായി പുതുക്കാട് പോലീസിൽ അറിയിച്ചത്. 2 തവണയും കുട്ടികൾ മരിച്ചെന്നാണ് ഇവരുടെ മൊഴി. പോലീസ് ഇരുവരെയും ചോദ്യം ചെയ്യുകയാണ്. യുവാവ് പോലീസ് സ്റ്റേഷനിലെത്തിച്ച അസ്ഥിയുടെ ശാസ്ത്രീയ പരിശോധന തുടങ്ങി. നടരാജ് പരശുരാം വിവരങ്ങൾ നൽകും. നടരാജ്, ഇത് എപ്പോഴുണ്ടായ സംഭവമാണ്. പോലീസ് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഔദ്യോഗിക വിശദീകരണം നൽകുന്നുണ്ടോ? ഇന്ന് പുലർച്ചെയാണ് അമ്പലൂർ സ്വദേശിയായ ഭവിൻ പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ എത്തുകയും ചില അസ്ഥികൾ പൊതിഞ്ഞെടുത്തു കൊണ്ടുവന്ന് പോലീസിന് നൽകുകയും ചെയ്തത്. ഇയാൾ പറയുന്നത് അനീഷ എന്ന യുവതിയുമായി തനിക്ക് സൗഹൃദമുണ്ടായിരുന്നു, തന്റെ കാമുകിയായിരുന്നു. ഇവരിൽ തനിക്ക് 2 കുഞ്ഞുങ്ങൾ ജനിച്ചെന്നും 2021-ലും 2024-ലുമായി ഈ കുട്ടികൾ ജനിച്ചപ്പോൾ മണ്ണിൽ കുഴിച്ചുമൂടി എന്നുമാണ് ഇയാൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. 2021-ൽ അനീഷയുടെ വീട്ടിലെ ശുചിമുറിയിലാണ് ഇത്തരത്തിൽ പ്രസവം നടന്നത്. അന്ന് അവർ വീട്ടുവളപ്പിൽ കുട്ടിയെ കുഴിച്ചിട്ടു. 2024-ൽ കുട്ടി ജനിച്ചപ്പോൾ അത് തന്നെ സ്കൂട്ടറിൽ മൃതദേഹം സൂക്ഷിച്ച് തന്നെ ഏൽപ്പിക്കുകയായിരുന്നു. താനും അത് കുഴിച്ചിട്ടു എന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. 2 തവണയും കുട്ടികൾ മരിക്കുകയായിരുന്നു എന്നാണ് ഇവർ പോലീസിൽ അറിയിച്ചിരിക്കുന്നത്. ഇന്ന് പുലർച്ചോടു കൂടിയാണ് ഇവർ എത്തി ഇത്തരത്തിലൊരു വിവരം അനീഷ് പറയുന്നത്. തനിക്ക് ഈ അസ്ഥികൾ സൂക്ഷിക്കുന്നതിൽ ഭയമുണ്ടെന്നും മാനസിക പ്രശ്നമുള്ളത് കൊണ്ടാണ് താനിത് പോലീസിനെ അറിയിക്കുന്നതെന്നും എന്നുള്ള മൊഴിയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. ഇക്കാര്യം പോലീസ് പരിശോധിച്ചു വരികയാണ്. ശരി, നടരാജ് പരശുരാമാണ് വിവരങ്ങൾ നൽകിയത്.